ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഷിരൂരിൽ നിന്ന് കാണാതായ അർജുൻ്റെ വിശേഷങ്ങളാണ്. ഇന്നലെ കൃത്യമായി ഏകദേശം ലോറിയുടെ ഒരു സൂചന നമ്മുടെ ഈശ്വർ മാൽപ്പെ, കടലിൻ്റെ മക്കൾ എന്നു തന്നെ പറയാം, നമ്മുടെ വിശ്വസ്തനായ, അതുപോലെ തന്നെ കൃത്യമായി രക്ഷാപ്രവർത്തനത്തിൽ വെള്ളത്തിനടിയിൽ ആഴത്തിൽ പോയി തിരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഈശ്വർ മാൽപ്പെ. ഇന്നലെ അദ്ദേഹം രക്ഷാപ്രവർത്തനം നിർത്തിയ ശേഷം ഇന്ന് മറ്റൊരു സ്ഥലത്ത് കാർവാർ ഭാഗത്തേക്ക് വേറെ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് തിരച്ചിലുണ്ടായിട്ടില്ല. നാളെയാണ് ഇനി അദ്ദേഹം തിരിച്ചു വരുന്നത്. നാളെ മുതൽ അദ്ദേഹം കൃത്യമായി തെരച്ചിൽ നടത്തി അതിനൊരു രൂപം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ ഇത്രയേറെ സംവിധാനം ഇന്ത്യക്കും ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊരു മാസമായിട്ട് ഒരു വലിയ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ മാനക്കേട് എന്ന് തന്നെ പറയാം. അത് ഏകദേശം കൃത്യമായി നാളെ മുതൽ ഈശ്വർ മാൽപ്പെ തെളിയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം 100 അടിയോളം താഴ്ചയിൽ പോയി തിരച്ചിൽ നടത്താൻ കഴിവുള്ള ഒരാളാണ്. ഇന്നലെ ആ വാഹനത്തിൻ്റെ ഒരു ജാക്കി കണ്ടെത്തിയത് അദ്ദേഹമാണ്. ഇതുവരെ ഇത്രയേറെ സംവിധാനങ്ങളുണ്ടായിട്ട് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും നാളെ ഈശ്വർ മാൽപ്പെ കൃത്യമായി അതിനൊരു ചിത്രം ഉണ്ടാക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മണ്ണുകൾ ഒരുപാട് കൂടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണുകൾ നീക്കം ചെയ്താൽ മാത്രമേ ലോറിയുടെ കൃത്യമായ രൂപം കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും ഇന്നലെ ജാക്കി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഈ മണ്ണിനിടയിൽ നിന്ന് കിട്ടിയതാണ്. ഇനിയും മണ്ണ് ധാരാളം കൂടിക്കിടക്കുന്നുണ്ട്. ഈ മണ്ണ് നീക്കിയാൽ മാത്രമേ അത് ലോറിയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഏതായാലും അർജുൻ്റെ ജാക്കി കണ്ടെത്തിയിട്ടുണ്ട് ലോറിയുടെ. വേറെ 2 ഭാഗങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അത് മറ്റേ ടാങ്കർ ലോറിയുടേതാണെന്ന് സൂചനകൾ പറയുന്നു. മനാഫ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടിയുടേതല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗാവലിപ്പുഴയിൽ ഇന്ധനത്തിൻ്റെ അംശം കണ്ടെത്തിയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നാളെ മുതൽ കൃത്യമായി തിരച്ചിൽ നടത്തി അദ്ദേഹം നമ്മുടെ അർജുനെ കണ്ടെത്തും എന്ന് തന്നെ പറയാം. നമ്മളുടെ കടൽ തൊഴിലാളികൾക്ക് നമ്മൾ വളരെയധികം വലിയ ഒരു ബഹുമാനം കൊടുക്കണം. കാരണം കടൽ തൊഴിലാളികൾ തന്നെയായിരിക്കും അർജുനെ കണ്ടെത്തുക. ഈശ്വർ മാൽപ്പെ കൃത്യമായി അത് കണ്ടെത്തുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും അദ്ദേഹം നാളെ മുതൽ തിരച്ചിൽ ആരംഭിക്കും. ഡ്രഡ്ജറിൻ്റെ ഒക്കെ സഹായം തിങ്കളാഴ്ച മുതലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതുവരേക്ക് ഈശ്വർ മാൽപ്പെ കൃത്യമായി തിരച്ചിൽ നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്നും, കടൽ തൊഴിലാളികൾക്കൊരു അഭിമാനം തന്നെയാണ് ഇതുതന്നെയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ മുതൽ എന്തെങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.